വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതൊരു ബീറ്റ്റൂട്ട് ഹൽവൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ബീറ്റ്റൂട്ടും ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ബീറ്റ്റൂട്ടും 2 ക്യാരറ്റും ആണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നെയ്യിലിട്ടിട്ട് ബീറ്റ്റൂട്ടും ക്യാരറ്റും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബീറ്റ്റൂട്ടും ക്യാരറ്റൊക്കെ നെയ്യിൽ കിടന്ന് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാലിലിരുന്നിട്ട് വേണം ഇതൊന്ന് കുക്കായിട്ട് വരാൻ. അപ്പോൾ ഇതിൻ്റെ റോ സ്മെല്ലും റോ ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടും. അടച്ച് വെച്ചിട്ട് ഈ പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് ഷെയർ ആക്കി തന്ന റെസിപ്പിയാണ് കേട്ടോ. അവൾ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവലിന് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് കിട്ടിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. കുറച്ച് ഏലക്കാപ്പൊടിയും കാഷ്യൂനട്ടും കൂടി ഇട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ഹൽവ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.